ദിനംതോറും തൻ്റെ ക്രൂശ് വഹിച്ചുകൊണ്ട് എന്നോട് ചേർന്ന് ജീവിക്കണം എന്നരുളി ചെയ്ത നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പത്രോസിൻ്റെ ലേഖന പഠനം നാം തുടരുന്നു. കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ 3 ആഴ്ചകൾക്കുള്ളിൽ ഈ പഠനം പൂർത്തീകരിക്കാം എന്നാണ് ഞാൻ കർത്താവിൽ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് നാം 4-ാം അധ്യായത്തിലേക്കാണ്. 4-ാം അധ്യായത്തിൽ നിന്നുള്ള ചിന്തകളാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതിലെ ആദ്യത്തെ 6 വാക്യങ്ങളിൽ നിന്നുകൊണ്ട് നാം ഓൾറെഡി ചിന്തിച്ച് കഴിഞ്ഞ ചില കാര്യങ്ങൾ, ആ അധ്യായം ആരംഭിക്കുന്നത് തന്നെ അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ദെയർഫോർ. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ ആശയവുമായിട്ട് വളരെ ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയും തുടർന്നുള്ള ഭാഗങ്ങളിലുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഇങ്ങനെയാണ് ചിന്തിച്ചത്: സത്യകൃപയിൽ നിലനിൽക്കുന്നവർ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്നവരാണ് എന്നുള്ള സത്യമാണ് നമ്മൾ ചിന്തിക്കാനിടയായിട്ട് തീർന്നത്. അതെങ്ങനെ സാധിക്കും എന്നുള്ളത് നാം 1-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ മനോഭാവത്തിലൂടെ, ക്രിസ്തുവിൻ്റെ മനോഭാവം, അത് ഇവിടെ പറയുന്നത് കഷ്ടമനുഭവിക്കാനുള്ള മനോഭാവമാണ്. അതിനോടുള്ള ബന്ധത്തിൽ ക്രിസ്തു പഠിപ്പിച്ച ശരിയായ മനോഭാവങ്ങളും അതുപോലെ തന്നെ ക്രിസ്തു പഠിപ്പിച്ച തെറ്റായ മനോഭാവങ്ങൾ നാം ഒഴിവാക്കേണ്ടതും നാം അതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് ഓർക്കാനിടയായിട്ട് തീർന്നു, നമുക്ക് അറിവുള്ള കാര്യങ്ങൾ തന്നെയാണെങ്കിലും. രണ്ടാമതായിട്ട് 2-ഉം 3-ഉം വാക്യങ്ങളിലെ ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ആഗ്രഹം, തെറ്റായ ആഗ്രഹങ്ങളിൽ നിന്നുള്ള പ്രവൃത്തികളൊക്കെ നാം 2-ഉം 3-ഉം വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ശരിയായ ക്രിസ്തുവിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ജീവിതം, അതാണ് ശരിയായ ആഗ്രഹം എന്നുള്ളത് കൊണ്ട് പറയുന്നത്. ദൈവേഷ്ടപ്രകാരം ജീവിക്കണം എന്നുള്ള പരാമർശം നാം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് ക്രിസ്തുവിൻ്റെ മനോഭാവം, രണ്ടാമത് ക്രിസ്തുവിൻ്റെ ഇഷ്ടം എന്നുള്ളത് നാം ചിന്തിച്ചു. അതോടൊപ്പം തന്നെ ഇത്തിരി നമ്മൾ ചിന്തിക്കാനിടയായിട്ട് തീർന്നത് ധൂർത്തപുത്രൻ്റെ അല്ലെങ്കിൽ മുടിയനായ പുത്രൻ്റെ ഉപമയിലൂടെ, അല്ലെങ്കിൽ ആ പിതാവിൻ്റെ ആ വലിയ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന കർത്താവ് പറഞ്ഞ ഉപമയിൽ നിന്നുകൊണ്ട് ദൈവേഷ്ടവും അതുപോലെ സ്വന്തം ഇഷ്ടത്തിൻ്റെയും പ്രത്യേകതകൾ ഞാൻ സൂചിപ്പിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് ശരിയായ നടപ്പിലൂടെ എന്നുള്ളതാണ്. ശരിയായ നടപ്പിലൂടെ, അല്ലെങ്കിൽ ആ ശരിയായ നടപ്പ് എന്ന് പറയുന്നത് ഈ ലേഖനത്തിൻ്റെ പശ്ചാത്തലപ്രകാരം ക്രിസ്തുവിൻ്റെ കാൽച്ചുവട് പിന്തുടരുന്നതാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനോഭാവം, ക്രിസ്തുവിൻ്റെ ഇഷ്ടം, ക്രിസ്തുവിൻ്റെ കാൽച്ചുവട് എന്നുള്ളത് നാം ഓർക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. കഴിഞ്ഞ ആഴ്ചയിലെ നടപ്പിൻ്റെ പ്രത്യേകതകളും ആ കാര്യങ്ങളൊക്കെ നാം ശരിയായ നടപ്പും അതുപോലെ തെറ്റായ നടപ്പ്, നോഹയുടെ കാലത്തെ തലമുറയുടെ ചരിത്രത്തിൽ നിന്ന് ചെറിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പരമാർത്ഥ മനസ്സോർപ്പിക്കാനിടയായിട്ട് തീർന്നു. നാലാമതായിട്ട് ഒടുവിലായിട്ട് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് ശരിയായ ബോധ്യത്തിലൂടെ എന്നുള്ള തലക്കെട്ടിലാണ്. ശരിയായ ബോധ്യം എന്ന് പറയുന്നത് കർത്താവിനോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ ചിത്രമാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനോഭാവം, ക്രിസ്തുവിൻ്റെ ഇഷ്ടം, ക്രിസ്തുവിൻ്റെ കാൽച്ചുവട്, ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്നുള്ളത് നമുക്ക് ആ രീതിയിൽ ചിന്തിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ ശരിയായ മനോഭാവവും ആഗ്രഹവും നടപ്പും ശരിയായ ബോധ്യവും നമുക്കുണ്ടാകുമ്പോൾ ജീവൻ്റെ പുതുക്കത്തിൽ നമുക്ക് നടക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്. ഇന്ന് 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. 7 മുതൽ 1 പത്രോസ് 4-ന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. സകലത്തിന് മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പിറുവെറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പീൻ. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണവും ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. ഓക്കെ, വളരെ പരിചയമുള്ളതും നാം പലതവണ ശുശ്രൂഷകൾ അനുഭവിച്ചിട്ടുള്ളതും ആയിട്ടുള്ള ഒരു വേദഭാഗമാണ് ഇന്നത്തെ വിചിന്തനത്തിനായിട്ട് നാം എത്തിയിരിക്കുന്നത്. ഇത് ഈ വാക്യം ആരംഭിക്കുന്നത് തന്നെ 7-ാമത്തെ വാക്യത്തിൽ എന്നാൽ, അല്ലെ ബട്ട്
എന്നുള്ള മൂലഭാഷയിൽ എന്നാൽ എന്നുണ്ട്. ഇംഗ്ലീഷിൽ അത് കാണുന്നില്ല. എന്നാൽ മറ്റ് ചില തർജ്ജമകളിൽ എന്നാൽ അല്ലെങ്കിൽ ബട്ട് എന്നുള്ള പ്രയോഗമുണ്ട്. അപ്പോൾ ബട്ട് എന്നുള്ള ആ കൺജങ്ഷൻ, ആ പദം അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഭാഗത്തെയും തൊട്ട് താഴെയുള്ള ഭാഗത്തെയും വിപരീതമായിട്ടുള്ള താരതമ്യങ്ങളാണ്. തൊട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കറിയാം, അതായത് വിട്ടൊഴിയേണ്ട, പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കേണ്ട, തെറ്റായ മനോഭാവങ്ങളെ ഒഴിവാക്കേണ്ട, അങ്ങനെ തെറ്റായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് നാം കാണുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ്, എതിർപദമായ ശരിയായ കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. ശരിയായ മനോഭാവമെന്നും ശരിയായ ആഗ്രഹമെന്നും ശരിയായ നടപ്പെന്നും ശരിയായ ബോധ്യമെന്നുള്ള കാര്യങ്ങളാണ് നാം 6 വാക്യങ്ങളിൽ എടുത്തത്. തുടർന്ന് 7-ാം വാക്യത്തിൽ എന്നാൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെ പറയുന്നത് നാം ചെയ്യേണ്ട അല്ലെങ്കിൽ നാം ശരിയായി ചെയ്യേണ്ട അല്ലെങ്കിൽ നാം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ് നാം താഴെയുള്ള ഭാഗങ്ങളിൽ വായിക്കുക. അപ്പോൾ മുകളിലുള്ള ഭാഗങ്ങളിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നാം കാണുമ്പോൾ അല്ലെങ്കിൽ നിഷേധാത്മകമായ കാര്യങ്ങൾ കാണുമ്പോൾ 8 മുതൽ 7-ൻ്റെ ആ എന്നാൽ കഴിഞ്ഞ് താഴെയുള്ള ഭാഗങ്ങളിൽ നാം ഇന്ന് വായിച്ച് കേട്ട ഈ വേദഭാഗങ്ങളിൽ ക്രിയാത്മകമായ കാര്യങ്ങൾ, നമ്മുടെ ഭാഗത്ത് നിന്ന് നാം മനഃപൂർവ്വമായി അനുസരിക്കേണ്ട കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ വിവരിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒറ്റ വായനയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് അടുത്ത പാഠമായിട്ട് എനിക്ക് മനസ്സിലാക്കാനിടയായിട്ട് തീർന്നത് 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. എല്ലാറ്റിൻ്റെയും അവസാനം ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കണം. അപ്പോൾ ഈ പ്രയോഗങ്ങൾ, അതുപോലെ തന്നെ ചില ഉത്തരവാദിത്തങ്ങൾ നാം അവിടെ കാണുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, ശിഷ്യന്മാർ തന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് മനോഹരമായിട്ടുള്ള ആ ഒലിവ് മല പ്രസംഗം നാം മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അവിടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞത്, കർത്താവിൻ്റെ വരവ് അതിൻ്റെ നാളും നാഴികയും അറിയാത്തത് കൊണ്ട് അവരോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഉണർന്നിരിക്കണം എന്നുള്ളതാണ്. പല തവണ കർത്താവ് ശിഷ്യരോട് അത് പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗം വായിച്ചപ്പോൾ ആ ഭാഗത്തിലേക്കാണ് എൻ്റെ ചിന്ത പോയത്. അങ്ങനെയാണ് അടുത്ത തലക്കെട്ട് കൊടുക്കാനിടയായിട്ട് തീർന്നത്. 13-ാമത്തെ പാഠമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത് സത്യകൃപയിൽ നിലനിൽക്കുന്നവർ ഉണർന്നിരിക്കുന്നവരാണ്. ആ 7-ാമത്തെ വാക്യം തന്നെ അത് നമ്മെ മനസ്സിലാക്കുന്നുണ്ട്. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ആകയാൽ പ്രാർത്ഥന എന്നുള്ള പദത്തിൽ നിന്നും നമുക്ക് ഈ സത്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സത്യകൃപയിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നതെങ്കിൽ നാം ഉണർന്നിരിക്കുന്നവരാണ്, ഉണർന്നിരിക്കുന്ന ജീവിതം നയിക്കുന്നവരാണ് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഉണർന്നിരിക്കുന്നില്ല എങ്കിൽ നാം സത്യകൃപയിൽ നിലനിൽക്കുന്നുവോ എന്ന് പരിശോധിക്കേണ്ടത്, നാം വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഉണർന്നിരിക്കുക എന്ന് പറയുമ്പോൾ ആ ഭാഗത്ത് നിന്ന് ചില ആലോചനകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഉണർന്നിരിക്കണം എന്ന് പറയുന്നത്? ആ 7-ാം വാക്യം തന്നെ പറയുന്നു, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ഈ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ മൂലഭാഷയിലെ അർത്ഥം വാതിൽക്കൽ ആയിരിക്കുന്നു എന്നുള്ളതാണ്. വാതിൽക്കൽ ആയിരിക്കുന്നു. അപ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വാതിൽക്കൽ ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? ഈ ഫസ്റ്റ് സെഞ്ച്വറിയിൽ 1-ാം നൂറ്റാണ്ടിലുള്ള ഈ ഓഡിയൻസിനെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് ഇത് വായിക്കുമ്പോൾ നാം 1-ാം അധ്യായം തൊട്ട് മനസ്സിലാക്കിയ സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ പരദേശ പ്രയാണത്തിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. അവർ ചിതറിപ്പാർക്കുകയാണ്. ചിതറിപ്പാർക്കുന്നതിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. മാത്രമല്ല, നാം തൊട്ട് താഴെ അടുത്ത ആഴ്ച കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് അഗ്നിശോധന എന്നുള്ളതാണ്. അഗ്നിശോധനയുടെ അവസാനം സമീപിച്ചിരിക്കുന്നു. 1-ാം അധ്യായത്തിൽ നാം വായിച്ചു, നാനാ പരീക്ഷകൾ അവർക്കുണ്ട്. അപ്പോൾ നാനാ പരീക്ഷകളുടെ അവസാനം സമീപിച്ചിരിക്കുന്നു. അങ്ങനെ നാം ചിന്തിച്ചാൽ നമുക്കറിയാം ഒട്ടനവധി കാര്യങ്ങൾ. ഈ 4-ാം അധ്യായത്തിൻ്റെ തൊട്ടുമുകളിൽ 7-ാം വാക്യത്തിൻ്റെ തൊട്ടുമുകളിൽ നാം വായിച്ചത്, കർത്താവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് കർത്താവിനെ യഥാർത്ഥമായി ദിനംതോറും ക്രൂശെടുത്ത് അനുഗമിക്കുമ്പോൾ
രക്ഷിക്കപ്പെടാത്ത സമൂഹത്തിന് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവരെ ദുഷിക്കുകയും അവരെ വിധിക്കുകയും അവരിൽ ചിലർ രക്തസാക്ഷികളാവുകയും ചെയ്തു. അതാണ് നാം 6 വാക്യത്തിൽ വായിക്കുന്നത്. അങ്ങനെ കർത്താവിൻ്റെ നാമനിമിത്തം അവിടെയുള്ള അവിശ്വാസികൾ അവരെ വിധിച്ചു. വിധിച്ച് അവർ മരിക്കാനിടയായിട്ട് തീർന്നു. അതിനു മുൻപ് അങ്ങനെ വിധിച്ച് മരിച്ചു പോയവരോടും അവർ ഈ സത്യം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് 6 വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെയുള്ള അവിശ്വാസികളായ മനുഷ്യർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിച്ചു. അവരെ ജഡത്തിൽ രക്തസാക്ഷികളാക്കി തീർത്തു, അല്ലെങ്കിൽ അവരെ കൊല്ലാനായിട്ട്, ദുഷിക്കാനായിട്ട്, പീഡിപ്പിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. എന്നാൽ അവർ ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിച്ചു. റോമാലേഖനത്തിൽ 6 അധ്യായത്തിൽ കാണുന്നത് പോലെ ആത്മാവിനെ അനുസരിച്ച് അവർ ജീവിച്ചു. അവരുടെ ജഡത്തെ കൊല്ലാനായിട്ട് അന്നത്തെ അവിശ്വാസികൾക്ക് സാധിച്ചു. അവരുടെ വിശ്വാസത്തെ ദുഷിക്കാനായിട്ട് അന്നത്തെ അവിശ്വാസികൾക്ക് ഇടയായിട്ട് തീർന്നു. എന്നാൽ അവരുടെ ആത്മാവിനെ തൊടുവാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ള സത്യമാണ് അവിടെ അങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ, അങ്ങനെയുള്ള അഗ്നിശോധനകൾ, അതിൻ്റെ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. അത് വാതിൽക്കലായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും അവസാനം സമീപിക്കുന്നത് എപ്പോഴാണ്? നമുക്കറിയാം, ഈ ലേഖനത്തിൽ കൂടെ നമുക്കറിയാം അപ്പോസ്തലനായ പത്രോസിനെ നാം വേദ പഠിതാക്കൾ വിശേഷിപ്പിക്കുന്നത് പ്രത്യാശയുടെ അപ്പോസ്തലൻ എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ ലേഖനത്തിൽ, 2 ലേഖനങ്ങളിലും പ്രത്യാശയെക്കുറിച്ച് മനോഹരമായ ചിന്തകൾ നിറഞ്ഞു തുളുമ്പുന്നത് വായനക്കാർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൃപായുഗത്തിൻ്റെ അവസാനം, അല്ലെങ്കിൽ ഈ സഭായുഗത്തിൻ്റെ അവസാനം, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു അർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. അത് നമ്മെ ഓർപ്പിക്കുന്ന ചില ആത്മീക സത്യങ്ങളുണ്ട്. ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചില സത്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ കർത്താവ് വന്നാൽ നമ്മുടെ നിത്യത ആരംഭിക്കും. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മരണം സംഭവിച്ചാലും നാം നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ്. മാത്രമല്ല, കർത്താവിൻ്റെ വരവ് വരുമ്പോൾ നമ്മുടെ ഈ ഭൂമിയിൽ, അല്ലെങ്കിൽ നമ്മുടെ മരണം, ഈ ഭൂമിയിലെ നമ്മുടെ സമയം, നമ്മുടെ ദിവസങ്ങൾ അവസാനിക്കുകയാണ്. മാത്രമല്ല, കർത്താവ് വരുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു കാര്യം, നമ്മുടെ അവസരങ്ങൾ അവസാനിക്കുകയാണ്. കർത്താവിന് വേണ്ടി കൊടുക്കുവാനും, കർത്താവിനോട് പ്രാർത്ഥിക്കാനും, കർത്താവിനെ മഹത്വപ്പെടുത്താനും, കർത്താവിനെ ശുശ്രൂഷിക്കുവാനും, ആ രീതിയിൽ കർത്താവ് തന്നിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച്, പ്രാപ്തിക്കനുസരിച്ച്, കർത്താവ് നൽകുന്ന ആ വെളിച്ചമനുസരിച്ച് മുന്നോട്ട് പോകാനൊക്കെയുള്ള, സഭായോഗങ്ങൾക്ക് കടന്നു വരാനൊക്കെയുള്ള അവസരങ്ങൾ അവസാനിക്കുകയാണ്. അപ്പോൾ ആ ഒരു ആശയം കൂടെ നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് കർത്താവിനെ അനുഗമിക്കുക, ദിനംതോറും ക്രൂശെടുത്ത് അനുഗമിക്കാനുള്ള അവസരം അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് സത്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഉണർത്തുന്നതാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ച്. അതുകൊണ്ട് ആകയാൽ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് നാം താഴെ വായിക്കുന്നത്. ഒന്നാമതായിട്ട്, അങ്ങനെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നത് കൊണ്ട് നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമായിട്ട് ഇവിടെ പറയുന്നത് 7 വാക്യത്തിൽ, എല്ലാറ്റിൻ്റെയും അവസാനം ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിട്ടും ഇരിക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥന എന്നുള്ളതാണ്. അപ്പോൾ ഉണർന്നിരിക്കുന്ന ഒരു ജീവിതം നയിക്കാനായിട്ട് പ്രാർത്ഥനയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യമാണ് ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രാർത്ഥനയിലൂടെ. അത് എങ്ങനെ പ്രാർത്ഥിക്കണം, എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നുള്ള സത്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് തന്നെ കാണാൻ സാധിക്കും. അത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനു മുൻപ് ഒരു കാര്യം കൂടെ നിങ്ങളുടെ പരമാർത്ഥ മനസ്സിൽ ഓർപ്പിച്ചുണർത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്, കർത്താവിൻ്റെ വരവിനെ കുറിച്ച് നാം കേൾക്കുമ്പോൾ
നോക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ പലസ്തീൻ യുദ്ധമുണ്ട്, ഇസ്രായേൽ ഇറാൻ യുദ്ധം നടക്കുന്നു, ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ ശ്രദ്ധ ആ മേഖലകളിലേക്കാണ് തിരിഞ്ഞു പോകുന്നത്. ഈ ലോകത്തിന് എന്ത് സംഭവിക്കും? ഈ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നത് കൊണ്ടുള്ള ലക്ഷണങ്ങളായിട്ട് നാം അങ്ങനെയുള്ള കാര്യങ്ങൾ ആരാഞ്ഞറിയാനായിട്ട് വളരെ ഉത്സുകരും ആ രീതിയിൽ വൈകാരികമായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ചിന്തകളൊക്കെ കേൾക്കുന്നത് ആ വൈകാരികമായ ഇളക്കങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ടൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് തന്നെ പറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കാൾ വളരെ ഊന്നൽ നൽകിയ ചില കാര്യങ്ങൾ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് നാം ഒന്ന് വേഗത്തിൽ വരികയാണെങ്കിൽ ഒന്ന് ഓടിച്ച് ഒന്ന് പറഞ്ഞു പോകുക. കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ നാം പലപ്പോഴും അവഗണിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നാം അവിടെ വായിക്കുന്നത് പന്ത്രണ്ടാമത്തെ വാക്യം. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. ഓക്കെ, നാലാമത്തെ വാക്യം. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുകയും. ഓക്കെ, തുടർന്ന് നാം വായിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് അതുപോലെ തന്നെ 32-ാമത്തെ വാക്യം. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി, അതിന്റെ കൊമ്പ് ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഓക്കെ, 45-ാമത്തെ വാക്യം, 46. എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാർ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. ഓക്കെ, അതുപോലെ തന്നെ തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം നാം ചിന്തിച്ചപ്പോൾ അതിൻ്റെ 3-ാം അധ്യായത്തിലും അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക എന്ന് പറഞ്ഞിട്ട് അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആ മനുഷ്യരുടെ വളരെ വഷളായിട്ടുള്ള ക്രൂരമായിട്ടുള്ള സ്വഭാവ വിശേഷതകളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കർത്താവിൻ്റെ ഈ വാക്കുകളും തുടർന്നും ചില പദപ്രയോഗങ്ങൾ കൂടെ ഉണ്ട് 24-ാം അധ്യായത്തിൽ. ഇത് കർത്താവിൻ്റെ 2-ാം വരവിനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ്. ആരും നിങ്ങളെ തെറ്റിക്കരുത്, അധർമ്മം പെരുകുമ്പോൾ അനേകരുടെ സ്നേഹം തണുത്തു പോകും, അതുപോലെ തന്നെ വിശ്വസ്തരായിരിക്കണം, തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ നാം അവഗണിക്കുകയും കേവലം വൈകാരികമായ ഇളക്കം സൃഷ്ടിക്കുന്നതിന് മാത്രം ഒതുങ്ങുന്ന രീതിയിൽ ഈ ലോകത്തിലെ രാഷ്ട്രങ്ങളെക്കുറിച്ചും അവരുടേതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരർത്ഥത്തിൽ കർത്താവിനോടുള്ള ഭക്തി അത് യഥാർത്ഥമായി വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ നല്ലതാണെങ്കിൽ തന്നെയും പലപ്പോഴും അതൊരു വൈകാരിക ഇളക്കം മാത്രം സൃഷ്ടിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല പലപ്പോഴും അങ്ങനെ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളെല്ലാം തന്നെ തെറ്റിപ്പോകുന്നതായിട്ടും തുടർന്ന് അതിനനുസരിച്ച് അവർ അതിനെ മാറ്റുന്നതായിട്ടും നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ തെറ്റിക്കൂടാത്ത ലക്ഷണങ്ങളായി നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഈ സ്വഭാവത്തിൽ വരുന്ന ഈ തെറ്റായ പ്രവണതകളെ നാം അവഗണിക്കുകയും ചെയ്യുന്നത് സങ്കടകരമായ ഒരു കാര്യമാണ്. അപ്പോൾ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം വർദ്ധമാനമായ രീതിയിൽ വർദ്ധിച്ചു വരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള ഒരു വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയാണ്, വഷളത്വം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുക. അവരുടെ മധ്യത്തിൽ നേരത്തെ തൊട്ടു മുകളിൽ പറഞ്ഞതുപോലെ നമ്മളെ വിധിക്കുന്ന, ഒരു പക്ഷേ 1-ാം നൂറ്റാണ്ടിൽ ആ വിശ്വാസികൾ അനുഭവിച്ച രീതിയിലുള്ള ആ വിധിക്കുന്ന അനുഭവം, ദുഷിക്കുന്ന അനുഭവം നമുക്ക് ഇപ്പോൾ നേരിടേണ്ടി വരുന്നില്ല. നമ്മുടെ പൂർവികരായ ദൈവഭക്തരായ വിശ്വാസികൾ നേരിട്ട പീഡനത്തിൻ്റെ ഒരു അംശം പോലും നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ തന്നെയും ഈ അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള അപകടങ്ങൾ നമ്മുടെ ക്യാരക്ടറിൽ വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് പത്രോസിനോട് പത്രോസ് ഈ കാര്യം പറയുമ്പോൾ
തൻ്റെ തന്നെ അനുഭവത്തിൽ നിന്നാണ് ഇത് കുറിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നാം സുവിശേഷങ്ങളിൽ വായിക്കുമ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ജഡം ബലഹീനമാണ്, ആത്മാവ് ഒരുക്കമുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പക്ഷേ പത്രോസിനും കൂട്ടർക്കും അത് സാധിച്ചില്ല. ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം അവർക്കത് ചെയ്യാൻ സാധിച്ചില്ല. അവർ ഉറങ്ങുവാൻ ഇടയായിട്ട് തീർന്നു. അവർ ഉറങ്ങിയത് കൊണ്ട് തന്നെ സംഭവിച്ച കാര്യം, പത്രോസ് തൻ്റെ അരുമനാഥനെ തള്ളിപ്പറയുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് കടന്നു വരാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ ആ കർത്താവ് പറഞ്ഞ ആ പ്രമാണം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളത്, കാരണം ആത്മാവ് ഒരുക്കമുള്ളതാണ്, ജഡം ബലഹീനമാണ്, അതുകൊണ്ട് എപ്പോഴും വീണു പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, കർത്താവ് വാതിൽക്കലായിരിക്കുന്നു. അതുകൊണ്ട് വിരുദ് തെറ്റിക്കാനായി പിശാചായവൻ സദാ ശ്രമിക്കും. അതുകൊണ്ട് നാം ചെയ്യേണ്ട അതിപ്രധാനമായ ഒന്നാമത്തെ കാര്യമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ഇതൊന്നും നമുക്ക് അറിവില്ലാത്തവരല്ല എന്നുള്ളത് നമുക്കറിയാം. ഇതൊക്കെ നല്ലവണ്ണം അറിയുകയും അതിൻ്റെ മൂലപദവും അതെന്തുകൊണ്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നുവെന്നും അതിൻ്റേതായ വിവിധമായ വശങ്ങളെക്കുറിച്ച് വളരെ ശക്തമായി എന്നേക്കാൾ നല്ല രീതിയിൽ പറയാൻ കഴിവുള്ളവരാണ് നിങ്ങൾ പലരുമെന്ന് എനിക്കറിയാം. പക്ഷേ നാം പലപ്പോഴും അറിവുള്ള കാര്യങ്ങൾ അതിപരിചയം നിമിത്തം അതിൻ്റെ യഥാർത്ഥമായ അളവിൽ, യഥാർത്ഥമായ പർപ്പസിൽ നിറവേറ്റുന്നതിൽ പരാജയപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ചില മേഖലകൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ വഷളത്വം നിറഞ്ഞ ഒരു കാലഘട്ടം, അത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ്. കർത്താവ് വാതിൽക്കലായിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. കേവലം ജാതിയോട് എതിർക്കുന്നതും രാജ്യത്തോട് എതിർക്കുന്നതും മാത്രമല്ല, ഇതും അതിൽ അതിപ്രധാനമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് അതിൽ നമ്മളും പെട്ടുപോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് അപ്പോസ്തലനായ പത്രോസിനോട് പറഞ്ഞിരിക്കുന്നതിൽ നിന്ന്, അതിൻ്റെ പ്രാധാന്യവും തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന്, തൻ്റെ അനുവാചകരോട് പത്രോസ് ഇത് ഉത്ബോധിപ്പിക്കുന്നതിൽ നിന്ന് അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നുള്ളത് നമുക്ക് ഈ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് പ്രാർത്ഥിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യമെന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ്, എന്തുകൊണ്ട് നാം ഇങ്ങനെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നത് കൊണ്ട്, എല്ലാറ്റിൻ്റെയും വരവ് സമീപിച്ചിരിക്കുന്നത് കൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. കർത്താവ് നമുക്കൊക്കെ ഉണ്ടാകുന്ന, എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ എനിക്കും ഉണ്ടായ ഒരു ചിന്ത തന്നെയായിരുന്നു. എന്താ പറയുക, ചില ദിവസങ്ങളൊക്കെ അതിനോർത്ത് കരയാനിടയായിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരോടും സുവിശേഷം അറിയിക്കണം. അയ്യോ, ഇന്ന് ഈ കേരളം മുഴുവൻ സുവിശേഷം അറിയിക്കാൻ പറ്റിയില്ല, ഇന്ത്യ മുഴുവൻ അറിയിക്കാൻ പറ്റിയില്ല, ലോകം മുഴുവൻ അറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായിരിക്കും അവരുടെ അവസ്ഥ? അങ്ങനെയുള്ള ഒരു ചിന്താഗതികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ എഴുത്ത് വായിച്ചപ്പോൾ അത് എന്നെ വളരെ ധൈര്യപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞത്, നാം ക്രിസ്തുവിൻ്റെ കാൽച്ചുവട് പിന്തുടരാൻ വിളിക്കപ്പെട്ടവരാണ്. കർത്താവ് ആ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ ആ ഗലീല പ്രദേശങ്ങൾ, തൻ്റെ ശുശ്രൂഷയുടെ മേഖല എന്ന് പറയുന്നത് അന്ന് കാലത്തും ഈ ആഫ്രിക്ക ഉണ്ടായിരുന്നു, അന്ന് കാലത്തും ഏഷ്യ ഉണ്ടായിരുന്നു, അന്ന് കാലത്തും നോർത്ത് അമേരിക്ക ഉണ്ടായിരുന്നു, അന്ന് കാലത്തും സൗത്ത് അമേരിക്ക ഉണ്ടായിരുന്നു, അന്ന് കാലത്തും ഓസ്ട്രേലിയ, ഇങ്ങനെയുള്ള വൻകരകളെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും കർത്താവിൻ്റെ ശുശ്രൂഷ, പിതാവ് തനിക്ക് കൊടുത്ത, തന്നെക്കുറിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ആ ഇഷ്ടം എന്ന് പറയുന്നത് ആ ഇസ്രായേൽ പ്രദേശത്തിൻ്റെ, ആ പശ്ചിമേഷ്യയുടെ ആ ചെറിയ ഇട്ടാവട്ടത്ത് മാത്രമായിരുന്നു. ആ ഭാഗത്ത് കർത്താവ് പിതാവിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത് തികയ്ക്കാനിടയായിട്ട് തീർന്നു. അതിനോടുള്ള ബന്ധത്തിലാണ് ഈ പ്രാർത്ഥന ചിന്തിക്കാനിടയായിട്ട് തീർന്നത്. അപ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു, പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ഓടി നടന്ന് ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കാൻ, ലോകം മുഴുവൻ ശിഷ്യരാക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത് കർത്താവിനറിയാം. കർത്താവിൻ്റെ മാതൃകയിൽ നിന്ന് നമുക്കത് പഠിക്കാൻ സാധിക്കും. പിന്നെ എന്താ ചെയ്യേണ്ടത്? കർത്താവ് എന്നെയും നിങ്ങളെയും കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന ഇഷ്ടം എന്താണോ അത് തിരിച്ചറിഞ്ഞ് ഈ തലമുറയിൽ അവൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുക. അത് ഒരു പക്ഷേ ആഫ്രിക്കയിലാണെങ്കിൽ ആഫ്രിക്ക, അതൊരു പക്ഷേ ഏഷ്യയിലാണെങ്കിൽ ഏഷ്യ, അതൊരു പക്ഷേ നെല്ലിക്കുന്ന് സിയോൻ സഭയിലാണെങ്കിൽ സിയോൻ സഭയിൽ എന്നുള്ളതാണ്. അത് തിരിച്ചറിയണമെങ്കിൽ നാം പ്രാർത്ഥിക്കേണ്ടത്
പഠിക്കേണ്ടത് ആവശ്യമാണ്. സ്വന്തം ആശ്രയം ഉള്ള വ്യക്തികൾ, നാം ആ മൂത്ത മകൻ പിതാവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന ലൂക്കോസ് 15 ആ മനോഹരമായ ഉപമയിലെ ആ മൂത്ത മകൻ്റെ ചിത്രം സ്വയകേന്ദ്രീകൃത ജീവിതത്തിൻ്റെ ചിത്രമാണ് നമ്മൾ കണ്ടു. സ്വയത്തിൽ കേന്ദ്രീകരിക്കുന്ന വ്യക്തിക്ക് പിതാവിനോട് അടുക്കാൻ പ്രയാസമാണ്, പിതാവിനോട് സംസാരിക്കാൻ പ്രയാസമാണ്. കാരണം അവൻ സ്വന്തം ബലത്തിലാണ് ആശ്രയിക്കുന്നത്, സ്വന്തം ശക്തിയിലാണ് ആശ്രയിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാം പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, നാം വാസ്തവമായ രീതിയിൽ കർത്താവിനോട് സംസാരിക്കാനായിട്ട് ഓരോ ദിവസവും സമയമെടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നാം സ്വയത്തിൽ ആശ്രയിക്കുകയാണ്. എനിക്ക് എൻ്റെ ശക്തി കൊണ്ട്, എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട്, എൻ്റെ സ്വാധീനം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ എനിക്ക് സാധിക്കും, ഇതൊക്കെ എനിക്ക് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്ന് നാം അറിയാതെ പറയുകയാണ് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് പത്രോസ് പറയുകയാണ്, സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ആദ്യമേ പ്രാർത്ഥന ആവശ്യമാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് നാം ദൈവത്തിൽ ആശ്രയിക്കുന്നു, പരിപൂർണമായിട്ട് ചാരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. സ്വന്തം ശക്തിയാൽ എനിക്ക് സാധിക്കുകയില്ല, ദൈവമേ നിൻ്റെ ശക്തി എനിക്ക് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി ഒരുവൻ കർത്താവിൻ്റെ ആ മാറിൽ ദിനംതോറും ചാരിക്കൊണ്ട് ജീവിക്കുന്നതാണ് പ്രാർത്ഥന. അങ്ങനെ ജീവിക്കുമ്പോൾ ആ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് മനസ്സിലാക്കാനായിട്ട് കർത്താവിൻ്റെ ഇഷ്ടം തിരിച്ചറിയാൻ സാധിക്കും. ആ ഇഷ്ടത്തിനനുസരിച്ച് ശുശ്രൂഷിക്കാനായി സാധിക്കും. അപ്പോൾ എവിടെയാണ് ശുശ്രൂഷിക്കേണ്ടത്, എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടത് എന്നുള്ള ബോധ്യവും അത് ചെയ്യുമ്പോഴുള്ള സംതൃപ്തിയും അത് മറ്റുള്ളവർക്ക് പ്രയോജനവുമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് ഒന്നാമത് ചെയ്യാനായിട്ട് അപ്പോസ്തലനായ പത്രോസ് ദൈവാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളാണ് എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നുള്ളത് വേഗത്തിൽ പറയാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഒന്ന്, വഷളായി പോകാൻ സാധ്യതയുണ്ട്, പത്രോസിനെ പോലെ വീണു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. കാരണം അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങൾ സ്വഭാവത്തിൽ വെളിപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. രണ്ടാമത്, കർത്താവിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് നാം ഈ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ കർത്താവിൽ നിന്ന് വെളിച്ചം ലഭിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിൽ നിന്ന് വെളിച്ചം എങ്ങനെയാണ് ലഭിക്കുന്നത്? കർത്താവുമായിട്ട് നിരന്തരമായ സംസർഗത്തിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ അതിൽ നിന്ന് ഓർപ്പിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ ഉണർന്നിരിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നുള്ള ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കും. ഇനി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതും ആ വാക്യത്തിൽ, 7-ാം വാക്യത്തിൽ തന്നെ നാം കാണുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കണം. സുബോധം എന്നുള്ളതിൻ്റെ മൂലഭാഷയിലെ അർത്ഥം ഡിക്ഷണറിയിൽ വായിക്കാനിടയായിട്ട് തീരുന്നത് ജാഗ്രത, ഉണർവ് എന്നുള്ളതാണ്. സുബോധം, ജാഗ്രത, ഉണർവ്. നിർമ്മതരായിരിക്കുക എന്നുള്ളതിന് വ്യക്തമായ ചിന്ത എന്നാണ്, വ്യക്തമായ ചിന്ത. അപ്പോൾ അത് നമുക്കിങ്ങനെ പറയാം, വ്യക്തമായ ആവശ്യബോധത്തോടുകൂടെയുള്ള പ്രാർത്ഥന, വ്യക്തമായ ആവശ്യബോധവും ശരിയായ മനസ്സൊരുക്കത്തോടുകൂടെയുള്ള പ്രാർത്ഥന എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി വേറെ രീതിയിൽ ചിന്തിച്ചാൽ, വേറൊരു എഴുത്തുകാരൻ്റെ ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്, ഈ നിർമ്മതർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ എതിർപദമാണ് മതം എന്നുള്ളത്. മതമിളകിയ ആന നമുക്കറിയാം. അപ്പം മതമിളകിയ ആന എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ആനയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. എന്നാൽ നിർമ്മതർ എന്ന് പറയുമ്പോൾ ആ മതത്തിൻ്റെ എതിർപദമാണ് നിർമ്മതം എന്ന് പറയുന്നത്. അപ്പോൾ ആ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്ന ആനയെപ്പോലെയല്ല, എന്താ ചെയ്യേണ്ടതെന്നുള്ള, എന്താ പ്രാർത്ഥിക്കേണ്ടതെന്നുള്ള, എന്താ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വെളിച്ചം അതനുസരിച്ച് ശരിയായ രീതിയിൽ ശരിയായ ആവശ്യബോധത്തോടെ ദൈവം നൽകിയ ഭാരം ദൈവത്തിങ്കിൽ തന്നെ ഭരമേൽപ്പിക്കുന്ന ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല ആ സുബോധം എന്ന് പറയുമ്പോൾ വേഗത്തിൽ നമുക്ക് വചനം തന്നെ വചനത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരും. നമുക്കറിയാം നേരത്തെ ഞാൻ പറഞ്ഞ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ
ആ പിതാവിൻ്റെ ചിത്രം. അതിൽ ആ ഇളയ മകൻ്റെ കാര്യം നാം നോക്കുമ്പോൾ, ആ ഇളയ മകൻ വസ്തു നാനാവിധമാക്കി കളഞ്ഞ് ദൂരദേശത്ത്, പിതാവിൽ നിന്ന് അകന്ന് ദൂരദേശത്തേക്ക് പോയി താൻ ഇപ്പോൾ ഒരു സീറോ ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നാം അവിടെ വായിക്കുന്നത്, ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, അവന് സുബോധം വന്നു എന്നുള്ളതാണ്. സുബോധം വന്നു എന്ന് വെച്ചാൽ നമുക്കതിങ്ങനെ ഇതിനോടുള്ള ബന്ധത്തിൽ ചേർത്ത്, പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഇവിടത്തെ ഭാഗവുമായി ചേർത്ത് ചിന്തിച്ചാൽ തൻ്റെ ഉള്ള അവസ്ഥയെക്കുറിച്ച് അവന് ശരിക്കും മനസ്സിലായി. താൻ പിതാവിൽ നിന്ന് എത്രയോ ദൂരെയാണെന്നും താൻ എത്രയോ നാശത്തിൻ്റെ പടുകുഴിയിലാണെന്നും അവൻ തിരിച്ചറിഞ്ഞു. സുബോധം വന്നപ്പോൾ ഉണ്ടായ ഒരവസ്ഥയാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് സുബോധം വന്നു എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി സകലത്തിന് മുൻപേ നാം പ്രാർത്ഥിക്കാനായിട്ട്, ഒന്നാമതായിട്ട് ഇവിടെ ദൈവത്തിൻ്റെ പ്രബോധനം, ദൈവത്തിൻ്റെ പ്രമാണം, കൽപ്പന നമുക്ക് മനസ്സിലായിരിക്കുമ്പോൾ, നാം മുട്ടുമടക്കുമ്പോൾ നമ്മുടെ ഉള്ള അവസ്ഥ ശരിയായി തിരിച്ചറിഞ്ഞ് അവൻ്റെ മുമ്പിൽ ഹൃദയം പകരാൻ പ്രാർത്ഥിക്കാനായിട്ട് ഇടയായിട്ട് തീരണം എന്നുള്ളതാണ് ആ സുബോധത്തോടെ എന്നുള്ളത്. നിർമ്മതരായി എന്നുള്ളത് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ എങ്ങനെയെങ്കിലും സമയം ചെലവഴിക്കുകയില്ല, മറിച്ച് നാം പറയുന്നത് അർത്ഥവത്തായി ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് നാം പ്രാർത്ഥിക്കാനായിട്ട് ഇടയായിട്ട്. പലപ്പോഴും നാം ഇവിടെയുള്ള പരസ്യ പ്രാർത്ഥനകൾ വിമർശനമായിട്ട് പറയുന്നതല്ല, അതിലുള്ള ചില നല്ല പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ വേണ്ടി പറയുകയാണ്. നാം ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഒന്ന് വീണ്ടും വീണ്ടും കേൾക്കാനായിട്ട് ശ്രമിച്ചാൽ ചിലപ്പോഴൊക്കെ ഞാൻ മുതിർന്ന സഹോദരന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതൊരു ചെറിയൊരു ബൈബിൾ ക്ലാസ് ആണെന്നുള്ളത്. പ്രാർത്ഥന തന്നെ ഒരു ബൈബിൾ ക്ലാസ് ആയിട്ട് മാറുന്നു. നാം ഈ ദിവസങ്ങളിലൊക്കെ ഇനിയുള്ള ദിവസങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും പ്രാർത്ഥന എന്താണെന്ന് പ്രായമുള്ളവർക്ക് പോലും അറിയുന്നില്ലയോ എന്ന് ഭയപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട്. നമ്മുടെ ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിൽ പോയാൽ പിന്നെയും ഭേദം നമ്മളാണെന്ന് നമുക്ക് തോന്നും. അങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ പ്രാർത്ഥന എന്ന് പറയുന്നത് നാം നമ്മുടെ അടുത്തുള്ള, നമ്മിലുള്ള നമ്മുടെ കർത്താവിനോട് സംസാരിക്കുന്നതാണ്. അത് ശരിയായ രീതിയിൽ തിരിച്ചറിയുന്നെങ്കിൽ പ്രാർത്ഥന ഒരു ബൈബിൾ ക്ലാസ് ആയിട്ട് മാറുകയില്ല. പലപ്പോഴും സങ്കടം എന്ന് പറയുന്നത് അതുപോലും തിരിച്ചറിയാതെ വർഷങ്ങളായി അതൊരു ശീലമായതുകൊണ്ട് നാം മുറുകെ പറ്റുന്ന പാപം പോലെ അത് നമ്മിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നവരിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ അത് നമ്മിൽ വരാതിരിക്കാനായിട്ടുള്ള ഒരു മുന്നറിയിപ്പായി ഞാനിത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ബൈബിൾ ക്ലാസ് അല്ല, മറിച്ച് കർത്താവിനോട് ആ ഇളയ മകൻ സുബോധം വന്നപ്പോൾ പിതാവിൽ നിന്ന് ഞാൻ എത്രയോ അകലെയാണെന്നുള്ള സ്വയം തിരിച്ചറിവ്, ദൈവവചന ശുശ്രൂഷ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എത്രയോ പരിതാപകരമാണെന്ന് തിരിച്ചറിഞ്ഞ് അത് കർത്താവിനോട് പറയുന്നതായിട്ട് തീരുവാനിടയായെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കണം. അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കാരണം എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ. മാത്രമല്ല മറ്റൊരു കാര്യം, നമ്മുടെ പൊതു പ്രാർത്ഥനകൾ മാത്രമല്ല, നമ്മുടെ കുടുംബ പ്രാർത്ഥനകളും നമ്മുടെ രഹസ്യ പ്രാർത്ഥനകളുമെല്ലാം യാന്ത്രികമായി തീരാൻ സാധ്യതയുണ്ട്. യാന്ത്രികമായി കാലങ്ങൾ കഴിയും തോറും ചെറുപ്പം മുതൽ നാം ഇതിൽ ശീലിക്കുന്നത് കൊണ്ട് ഇതൊരു യാന്ത്രികമായി തീരാൻ സാധ്യത. കർത്താവ് അടുത്തുണ്ട്, കർത്താവിനോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളത് അത് സെൻസ് ചെയ്യാൻ സാധിക്കാതെ പരാജയം, വെറുതെ കേവലം ഒരു ചടങ്ങായി ഒരു പക്ഷേ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ വാസ്തവമായി കർത്താവുമായി സംസാരിക്കുന്നുവോ എന്നുള്ളത് തിരിച്ചറിയാതെ ഒരു യാന്ത്രികമായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഞാനൊന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എങ്ങനെ ഉണർന്നിരിക്കാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയിലൂടെ സാധിക്കും. എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാൽ 7-ാം വാക്യത്തിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നൽകുന്ന ഉത്തരം എല്ലാറ്റിൻ്റെയും അവസാനം വന്നിരിക്കുന്നു എന്നതുകൊണ്ട് നാം വീണു പോകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളാണ്. മാത്രമല്ല രണ്ടാമതായിട്ട്
നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കർത്താവിൻ്റെ ഇഷ്ടം തിരിച്ചറിയണം. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ശുശ്രൂഷകളുണ്ട്. എല്ലാം ചെയ്താൽ ഒന്നിലും എത്തുകയില്ല. അത് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മെക്കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നത് അതറിയാൻ ആഗ്രഹിക്കുക. അതിന് നല്ല മാതൃക അപ്പോസ്തലനായ പൗലോസ് താൻ തന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെക്കുറിച്ച് ചെയ്യേണ്ടത് നിന്നോട് പറഞ്ഞു തരും എന്ന് പറയുന്നുണ്ട്. തുടർന്നുള്ള കർത്താവ് തൻ്റെ ദാസൻ്റെ ശുശ്രൂഷകൾ നാം നോക്കുമ്പോൾ തിമോഥെയോസിൻ്റെ ലേഖനം പഠിച്ചപ്പോൾ 4-ാം അധ്യായത്തിൽ എത്തിയപ്പോൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. 7-8 വാക്യങ്ങളിൽ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ദൈവം മെല്ലെ താൻ ചെയ്യേണ്ടുന്ന ശുശ്രൂഷകൾ തനിക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ജീവിതത്തിൻ്റെ അവസാനം എത്തിയപ്പോൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പിറുപിറുക്കുവാനോ നിരാശപ്പെട്ടു പോകുവാനോ ആകുല ചിന്തകളുള്ളവരായി തീരാനോ ഇടയാകാതെ തികഞ്ഞ സംതൃപ്തിയോടുകൂടെ ഞാൻ നല്ല പോർ പൊരുതു, എന്താണോ കർത്താവ് ഈ തലമുറയിൽ എന്നെക്കുറിച്ച് ഏൽപ്പിച്ചത് അത് ഞാൻ പൂർണ്ണമായി തികച്ചു എന്നുള്ള സംതൃപ്തകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കാണാൻ പൗലോസിനത് സാധിച്ചെങ്കിൽ നമുക്കും അത് സാധിക്കേണ്ടതാണ് എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം നാം കാണുന്നത് പ്രാർത്ഥന എന്നുള്ള വിഷയമാണ്. പ്രാർത്ഥന. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നാം അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കാം. 8-ാമത്തെ വാക്യം, സകലത്തിനു മുമ്പേ നമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ഓക്കെ, വീണ്ടും അപ്പോസ്തലനായ പത്രോസ് ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു സത്യമാണ്. ഇതിനു മുൻപും ഈ ആശയം ഈ ലേഖനത്തിൽ തന്നെ നാം കണ്ടിട്ടുണ്ട്. സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് ഉണർന്നിരിക്കുന്നവരായി തീരാനായിട്ട് സാധിക്കും എന്നുള്ള പാഠമാണ് 8-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. സ്നേഹിക്കുന്നതിലൂടെ എന്ന് പറയുമ്പോൾ എങ്ങനെ സ്നേഹിക്കണമെന്നും ആ വാക്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നേരത്തെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എങ്ങനെ സ്നേഹിക്കണം. അതുപോലെ തന്നെ എന്തുകൊണ്ട് സ്നേഹിക്കണം എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ട് സ്നേഹിക്കണം എന്ന് ചോദിച്ചാൽ 7-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് അതിൻ്റെ ഉത്തരം നൽകുന്നത്. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. കർത്താവ് വാതിൽക്കലാകുന്നു. കർത്താവിൻ്റെ വരവ് സമാഗതമായിരിക്കുന്നു. അതുകൊണ്ട് നാം സ്നേഹിക്കണം എന്നുള്ള ആശയമാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എങ്ങനെ സ്നേഹിക്കണം എന്ന് ചോദിച്ചാൽ അവിടെ തന്നെ പറയുന്നുണ്ട് ഉറ്റു സ്നേഹിക്കണം, അല്ലെങ്കിൽ ഉറ്റ സ്നേഹം എന്ന പ്രയോഗമാണ് പത്രോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ സ്നേഹം എന്നുള്ളതിൻ്റെ ദൈവസ്നേഹത്തിന് ഉപയോഗിച്ച പദം തന്നെയാണ് മൂലഭാഷയിലുള്ളത്. പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ അഗപ്പെ എന്നുള്ള വാക്ക് തന്നെയാണ്, അല്ലാതെ മറ്റ് സ്നേഹത്തിന് ഉപയോഗിക്കുന്ന വാക്കുകളല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഉറ്റു സ്നേഹിക്കുക അല്ലെങ്കിൽ ഉറ്റ സ്നേഹം എന്നുള്ള പദത്തിന് അതിനെ മനസ്സിലാക്കാനായിട്ട് ഈ റിച്ച് ലാംഗ്വേജ് ആണല്ലോ ഗ്രീക്ക് ലാംഗ്വേജ്. അപ്പോൾ ഗ്രീക്ക് ഭാഷയിൽ ഓരോ പദങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ചില പശ്ചാത്തലങ്ങളുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലം ആ വാക്കുകളുടെ അർത്ഥം നമ്മെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. ഇവിടെ ഉറ്റ സ്നേഹം എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് അത്ലറ്റ്, ഒരു കായിക ടേമാണ്, കായിക പദമാണ്. കായിക പദം എന്ന് വെച്ചാൽ ഒരു 10 പേരുള്ള ഒരു ഓട്ട മത്സരമാണെന്ന് വിചാരിക്കുക. അവർ ഓടുന്നത് വിരുദ് പ്രാപിക്കാനായിട്ടാണ്. ആ വിരുദിലാണ് അവരുടെ ആ ഉന്നം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ വിരുദ് ലാക്കാക്കി അവർ എങ്ങനെയാണോ ഓടുന്നത് അതേ ഭാവം, അതേ ഫീൽ, അതേ ഡിഗ്രിയിലുള്ള ഇത് നമുക്ക് ഉണ്ടാകണം എന്നാണ് ആ പദത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഉറ്റ സ്നേഹം എന്ന് വെച്ചാൽ ഒരു കായിക താരം തൻ്റെ തൻ്റെ ലക്ഷ്യസ്ഥാനം ലാക്കാക്കി എത്രമാത്രം ശ്രദ്ധയോടുകൂടെയാണോ ഓടുന്നത് അതേപോലെ നാം സ്നേഹിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. മാത്രമല്ല അത് ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദൈവസ്നേഹത്തിൻ്റെ പല പ്രത്യേകതകൾ നമ്മൾക്കറിയാവുന്നതാണ്. അതിൽ ഞാൻ ഈ എഫേസ്യ ലേഖനത്തിലെ ചില പ്രയോഗങ്ങളൊന്ന് പരാമർശിച്ച് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ അദൃശ്യമായ ആ സ്നേഹത്തെ ദൃശ്യമായ പരിമാണങ്ങളോടുകൂടെ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ പ്രാർത്ഥനയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ വീതി എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്.
അപ്പോൾ ഇവിടെ ദൈവജനത്തോടാണ് പറയുന്നത്. ദൈവജനത്തോട് പറയുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ദൈവസ്നേഹത്തിൻ്റെ വീതി. വില്യം മക്ഡൊണാൾഡ് എന്ന് പറയുന്ന കർത്തദാസിൻ്റെ കമൻട്രിയിൽ നമുക്കത് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ വ്യാഖ്യാനം താൻ എഴുതുമ്പോൾ. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ദൈവം. അപ്പോൾ ഇതിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ നമ്മളോട് വിയോജിക്കുന്നവരെയും നമ്മെ ഇഷ്ടപ്പെടാത്തവരോടും നമ്മളോട് അധികം താല്പര്യമില്ലാത്തവരോടും നാം അവരെയൊക്കെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു പക്ഷേ അവരുടെ ആശയങ്ങൾ നമുക്ക് ഇഷ്ടമല്ല, അവർ പോകുന്ന രീതികൾ, സമീപനങ്ങളൊന്നും നമുക്ക് ശരിയായി തോന്നുന്നില്ലെങ്കിൽ തന്നെയും അവരെ സ്നേഹിക്കാനുള്ള ഒരു ഹൃദയവിശാലത, അതാണ് ദൈവസ്നേഹത്തിൻ്റെ വീതി എന്നുള്ളത് കൊണ്ട് ഈ പ്രായോഗികമായി പറയാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ പലരും ചെയ്തു എന്ന് വരാം ദൈവസഭയിൽ. പക്ഷേ അങ്ങനെയുള്ളവരോടും സ്നേഹിക്കുവാൻ, അവരെ പ്രാർത്ഥനയിൽ ഓർക്കുവാനൊക്കെ നമുക്ക് സാധിക്കേണ്ടത് പറ്റുമെങ്കിൽ അവരോട് പ്രബോധിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതും നല്ലതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല, ദൈവസ്നേഹത്തിൻ്റെ ഉയരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സ്വർഗോന്നതങ്ങളിലേക്ക് എത്തുന്നതാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്കായിട്ട്, അവരുടെ ആത്മീകമായിട്ടുള്ള ഉയർച്ചയായിരിക്കണം നാം അവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. ആ രീതിയിൽ അവരെ ഉയർത്തുവാനായിട്ടുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ ഒരു ഉത്കടമായ ആഗ്രഹം നമ്മിൽ ഉണ്ടായിരിക്കണം. സ്നേഹം എന്നുള്ള പദം അത് നമ്മെ ഓർപ്പിക്കുകയാണ്. മാത്രമല്ല, ആഴം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ അടുക്കിലേക്ക് വന്നു എന്നുള്ളത് പോലെ തന്നെ നാം ആവശ്യത്തിലിരിക്കുന്നവരെ തിരിച്ചറിഞ്ഞ്, നമുക്കറിയാം ഒരുപാട് പേരുണ്ട്, എല്ലാവരുടെ അടുക്കിലേക്ക് എത്തുക എന്ന് പറയുന്നത് പ്രായോഗികമായി പ്രയാസമുള്ളതാണ്. സാധിച്ചാൽ നല്ലതാണ്. പക്ഷേ ദൈവം വെളിച്ചം നൽകുന്നതിനനുസരിച്ച് നമുക്കറിയാം, നാം അങ്ങനെ പോകുമ്പോൾ, ഇടപെടുമ്പോഴൊക്കെ വിപ്ലവകരമായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് അനുഭവിക്കുന്ന ആ കുളിർമ, അതൊക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളതാണ്. ആ രീതിയിൽ ദൈവസ്നേഹം നാം കിടന്നിരിക്കുന്ന കുഴഞ്ഞ ചേറ്റിലേക്ക്, ആഴമുള്ള ആ കുഴിയിലേക്ക് എങ്ങനെ കടന്നു വന്നുവോ അതേ രീതിയിൽ നാം മറ്റുള്ളവരിലേക്ക് എത്തേണ്ടതാണെന്നുള്ള ഒരു ആശയവും നമുക്ക് അവിടെ നിന്ന്, ആ അഗപ്പേ അല്ലെങ്കിൽ സ്നേഹം എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ബന്ധങ്ങളൊക്കെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ കർത്തദാസൻ ടിമിസോരനോട് ഒരു കാര്യം ഞാൻ ചോദിച്ചു. പണ്ട് ആദ്യത്തെ ഓൾ കേരള വേലയിൽ കോട്ടയം ജില്ലയിലൊക്കെ പോയപ്പോൾ ഒരു കർത്തദാസൻ, അദ്ദേഹം സ്തോത്രം ചെയ്യുന്നതും അദ്ദേഹം പാട്ടുകളൊക്കെ ഒരു പ്രത്യേകമായ രീതിയിലാണ് നമ്മളെ ചെറുപ്പക്കാരായവരൊക്കെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു രീതിയിലാണ്. അദ്ദേഹത്തിൻ്റെ ആ കാര്യം ഇപ്പോൾ അന്ന് തന്നെ അദ്ദേഹത്തിന് ഒരു പക്ഷേ 60 വയസ്സ് കാണുന്നു തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്തായാലും 20 പറഞ്ഞപ്പോൾ 80-നോടടുത്ത പ്രായം കാണും. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ സങ്കടകരമായ ഒരു പ്രതികരണമാണ് എനിക്ക് കേൾക്കാനായിട്ട് ഇടയായിട്ട്. അത് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നില്ല. ബന്ധങ്ങൾ തകർന്ന ഒരവസ്ഥ, അതിൻ്റെ ഫലമായിട്ട് തനിക്കും തൻ്റെ വിശ്വാസഗോളത്തിൽ തന്നെ സജീവമായിട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. ഞാനൊക്കെ വളരെ എന്നെയൊക്കെ വളരെ അട്രാക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു തൻ്റേത്. പക്ഷേ ഇപ്പോഴവസ്ഥ കേട്ടപ്പോൾ വളരെ ഹൃദയം തകരാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ ബന്ധങ്ങൾ തകർന്നതാണ് അതിൻ്റെ ഒരു കാരണമായിട്ട് മനസ്സിലാക്കാനിടയായിട്ട് തീർന്നത്. ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കും. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ഈ കർത്താവ് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന, സകലത്തിന് മുൻപേ ചെയ്യണമെന്ന് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ ഉറ്റ സ്നേഹം, അത് നമ്മിൽ കുറഞ്ഞ് പോയതുകൊണ്ടാണ് എന്നുള്ളതിന് യാതൊരു സംശയം. പലപ്പോഴും ഇന്ന് കാണുന്ന മറ്റൊരു പ്രവണത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, വൈകാരികമായ ഇഷ്ടങ്ങളാണ് ഇന്ന് കൂടുതൽ കാണുന്നത്. ദൈവസ്നേഹം എന്നുള്ള രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. പക്ഷേ അതിലൂടെ നാം നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദൈവസ്നേഹമല്ല, മറിച്ച് വൈകാരികമായ ഇഷ്ടങ്ങളാണ് എന്നുള്ളതും ഒരു ദുഃഖകരമായ സത്യമാണ്. എന്നാൽ ദൈവസ്നേഹം യഥാർത്ഥമായി ഞാനും നിങ്ങളും പ്രായോഗികമാക്കുമ്പോൾ ദൈവം കാണുന്നത് പോലെ കാണാനും കരുതാനും സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള ദൈവഭക്തർ നമുക്കുണ്ട് എന്നുള്ളത് വിസ്മരിക്കുന്നില്ല. എന്നാൽ അതിൽ വർദ്ധിച്ചു വരുവാൻ ഇടയായിട്ട് തരും. നാം കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കേട്ടതുപോലെ ഭക്തന്മാർ കുറഞ്ഞു പോകുന്ന, വിശ്വാസത്തിൽ
വിശ്വസ്തന്മാരൊക്കെ ഇല്ലാതെ പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ളവർ കർത്താവ് കാണുന്നത് പോലെ കാണുകയും കർത്താവ് കരുതുന്നത് പോലെ കരുതുകയും, അതാണ് ദൈവസ്നേഹം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയുള്ളവർ സഭകളിൽ കുറഞ്ഞു പോകുന്നത് കൊണ്ട് ആ രീതിയിലുള്ള ബന്ധങ്ങളുടെ തകർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സങ്കടകരമായ ഒരു വസ്തുതയാണ്. അതുകൊണ്ട് എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഉണർന്നിരുന്ന് നാം ജീവിക്കണം. ഉണർന്നിരുന്ന് ജീവിക്കണമെങ്കിൽ രണ്ടാമത് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് സ്നേഹം എന്നുള്ളത്. ഞാൻ കൂടുതലത് വിശദീകരിക്കുന്നില്ല. നമുക്കറിയാം നമ്മുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണെന്ന്. ഞാൻ പലപ്പോഴും ഓർപ്പിക്കുന്നത് പോലെ KG ലെവലാണെങ്കിൽ കാലങ്ങൾ കഴിയുന്തോറും 1-ാം ക്ലാസ്സിലേക്കും 2-ാം ക്ലാസ്സിലേക്കും 3-ാം ക്ലാസ്സിലേക്കൊക്കെ വരുവാൻ ദൈവഭയത്തിൽ ആ രീതിയിൽ ഈ മേഖലയിൽ വിശുദ്ധിയെ തികയ്ക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്. അതിനെ ആധാരമായിട്ട് നമുക്ക് അതിൻ്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 9-ാമത്തെ വാക്യം 1 പത്രോസ് 4:9 വാക്യം. ഓക്കെ. അപ്പോൾ 3-ാമത്തെ പാഠം എന്ന് പറയുന്നത് ഉണർന്നിരിക്കുക എന്നുള്ള ആ പാഠത്തിൻ്റെ 3-ാമത്തെ കുറിപ്പ് എന്ന് പറയുന്നത് അതിഥി സൽക്കാരം ആചരിക്കുക എന്ന് വെച്ചാൽ പങ്കുവെക്കുക എന്നുള്ളതാണ്. പങ്കുവെക്കുക. നമുക്കറിയാം ഈ വിഷയം അനിയൻ വർഗീസ് സഹോദരൻ ഇവിടെ വന്നപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തിട്ടുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് പലർക്കും ഓർമ്മയുണ്ടായിരിക്കും. അദ്ദേഹം പറഞ്ഞത് അതിഥി എന്ന് പറയുമ്പോൾ മലയാള ഭാഷ ഡിക്ഷണറിയിലും അത് ശരിയാണ്. തിഥി എന്ന് വെച്ചാൽ അതിഥിയിലെ തിഥി എന്നുള്ളത് പ്രതീക്ഷ എന്നുള്ളതാണ്. അതിഥി എന്ന് വെച്ചാൽ അപ്രതീക്ഷ എന്നാണ് താൻ പറഞ്ഞത്. അപ്പോൾ അതിഥി സൽക്കാരം എന്ന് പറയുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ആ സൽക്കാരം, അപ്രതീക്ഷിതമായിട്ടുള്ള 1-ാം നൂറ്റാണ്ടിൽ അത് വളരെ പ്രായോഗികമായിട്ട് നടപ്പിലായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം പരദേശികളാണ്, ചിതറിപ്പാർക്കുന്നവരാണ്, വളരെ കൊടിയ പീഡനം നടക്കുകയാണ്, അഗ്നിശോധന എന്നാണ് നാം വായിക്കുന്നത്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ദൈവമക്കളെ കരുതുകയും അവരെ സൽക്കരിക്കുകയും ചെയ്യുന്നത് അതിഥി സൽക്കാരമാണ്. അവിചാരിതമായിട്ട് നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇന്ന് കാലത്ത് നമുക്കറിയാം അങ്ങനെയുള്ള കാര്യമല്ല. നമ്മൾ ഗസ്റ്റായിട്ട് വിളിക്കുന്നു, അവരെ സൽക്കരിക്കുന്നു, ആ കാര്യങ്ങളാണ്. അപ്പോൾ അത് എങ്ങനെ ശരിയാകും? മാത്രമല്ല തിരുവഴുത്തിൽ ഈ പ്രമാണം ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. അപ്പോൾ ഇതെങ്ങനെയത് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് ഞാൻ നോക്കിയപ്പോൾ ഞാൻ പല പുസ്തകങ്ങൾ ഇങ്ങനെ പരിശോധിക്കാൻ ഇടയായിട്ട് തീർന്നപ്പോൾ ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അന്ന് കാലത്ത് അവിചാരിതമായിട്ട് വരുന്ന ദൈവമക്കളെ അവർ അങ്ങനെ സൽക്കരിച്ചുവെങ്കിൽ ഇക്കാലത്ത് നാം അത് എത്ര അധികം ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് അത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ അവിചാരിതമായിട്ട് വരുന്നവർ മാത്രമല്ല, അല്ലാത്തവരെയും കൂട്ടത്തിലുള്ളവരെയും എത്ര അധികം നാം കരുതേണ്ടതാണ് എന്നുള്ള ഒരു കമൻ്റാണ് എനിക്ക് ഇത് സംതൃപ്തകരമായിട്ട് തോന്നാനിടയായിട്ട് തീരുന്നത്. അപ്പോൾ ഇവിടെ തമ്മിൽ എന്നുള്ള പ്രയോഗവും അത് ഊട്ടി ഉറപ്പിക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നു. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ ക്ഷണിച്ചു വരുത്തിയ സൽക്കരിക്കുന്നതല്ല ഇവിടെയുള്ളത്. ആ പദത്തിൻ്റെ അർത്ഥത്തിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം അങ്ങനെയുള്ള ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ്, ക്രിസ്തീയ വിശ്വാസം വളർന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അവർ ഉണ്ടായിരുന്നത്. എന്നാൽ ഇക്കാലഘട്ടത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ അപൂർവമാണ് നമ്മുടെ നാട്ടിലൊക്കെ. പക്ഷേ അതെങ്ങനെ നമുക്ക് പ്രായോഗികമാക്കാം എന്ന് ചോദിച്ചാൽ, അങ്ങനെ അവിചാരിതമായി വരുന്നവരെ ഇപ്രകാരം സൽക്കരിക്കുമെങ്കിൽ നാം നമ്മുടെ കൂട്ടത്തിലുള്ളവരെ തമ്മിൽ എത്ര അധികമായിട്ട് അത് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് അതിഥി സൽക്കാരം എന്നുള്ളതിൽ നിന്നാണ് അതിൻ്റെ മൂലഭാഷയിൽ ആശയം വരുന്നത് പങ്കുവെക്കുക എന്നുള്ളതാണ്. കേവലം ഭക്ഷണം കൊടുക്കുക എന്ന് മാത്രമല്ല, നമുക്കുള്ളത് പങ്കുവെക്കാനായിട്ട് ഇടയായിട്ട് തീരണം. ഒരു എഴുത്തുകാരൻ കോട്ട് ചെയ്തത് നോഹയുടെ കാലത്തെയാണ്. നോഹയുടെ കാലത്ത് നോഹ തൻ്റെ എല്ലാം ആ പെട്ടകത്തിൽ പങ്കുവെക്കാനിടയായിട്ട് തീർന്നു. ആ പെട്ടകത്തിലെ ആ പെട്ടക നിർമ്മിതിയോടുള്ള ബന്ധത്തിൽ 100 ആളുകൾ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടാകാം. അങ്ങനെ സഹായിച്ചവരാരും ആ പെട്ടകത്തിൽ പങ്കുവെക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നില്ല. എന്നാൽ സംഭവിച്ച് നമുക്കറിയാം, ആ പെട്ടകത്തിൽ തനിക്കുള്ളതെല്ലാം നോഹ പങ്കുവെച്ചു, അതുമാത്രം നിലനിന്നു. എന്നാൽ ആ കാലത്തെ ജനം
ആ കാലത്തെ ജനം, കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ നോഹയുടെ കാലത്തെ ദൃഷ്ടാന്തമായി കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കാലത്തെ ജനം എന്ത് ചെയ്തു? അവരുടെ ആ സമ്പാദ്യങ്ങൾ, അവർക്കുള്ളതെല്ലാം പങ്കുവെച്ചത്, അവർക്കെല്ലാം ഇൻവെസ്റ്റ് ചെയ്തത് ഈ ലോകത്തിലായിരുന്നു. അവർ പെട്ടകത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളായിരുന്നില്ല. അതുകൊണ്ട് സംഭവിച്ചത് എന്താണ്? അതെല്ലാം പാഴായി പോകാൻ, അവരോടുകൂടെ അതെല്ലാം പാഴായി പോകാൻ ഇടയായിട്ട് തീർന്നു. എന്നാൽ നോഹ ഇൻവെസ്റ്റ് ചെയ്തത് പെട്ടകത്തിലായിരുന്നു. പെട്ടകത്തിൻ്റെ വർക്കിലായിരുന്നു. എന്ന് വെച്ചാൽ ദൈവം തനിക്ക് കൊടുത്ത ആ വെളിച്ചത്തിനനുസരിച്ചുള്ള ശുശ്രൂഷയിൽ താൻ ഇൻവെസ്റ്റ് ചെയ്യാനിടയായി. അത് മാത്രം നിലനിൽക്കാൻ ഇടയായിട്ട് തീരുന്നു. അപ്പോൾ ദൈവം നമുക്ക് തരുന്ന വെളിച്ചത്തിനനുസരിച്ച് നമുക്കുള്ളത് എല്ലാം പങ്കുവെക്കുന്ന ഒരു അത് ഉണർന്നിരിക്കുന്നവർക്ക് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നുള്ളത് ഞാൻ ഈ ശ്രവണത്തിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതിന് നല്ലൊരു എക്സാമ്പിൾ അബ്രഹാമാണ്. അബ്രഹാം 99 വയസ്സുള്ളപ്പോൾ എന്നാണ് ഞാൻ ഓർക്കുന്നത്. 99 വയസ്സ് അദ്ദേഹം ചെയ്ത കാര്യം നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ആ ദൂതന്മാർ വന്നപ്പോൾ ആ വയസ്സുള്ള അബ്രഹാമിൻ്റെ പങ്കുവെക്കുന്ന ആറ്റിറ്റ്യൂഡ്, സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്ന ആറ്റിറ്റ്യൂഡ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഞാൻ എടുത്തു വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അബ്രഹാം 99 വയസ്സായെങ്കിലും താൻ ഓടിച്ചെന്നു എന്നുള്ളൊരു ക്രിയാപദം അവിടെ വായിക്കുന്നുണ്ട്. ഓടിച്ചെന്നു. മാത്രമല്ല, ഇതിപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓൾറെഡി വന്നിട്ടുണ്ടാകും, നിലം വരെ കുനിഞ്ഞു എന്നുള്ളത് നാം കാണുന്നുണ്ട്. നിലം വരെ കുനിഞ്ഞു. മാത്രമല്ല, ബദ്ധപ്പെട്ടു എന്നുള്ള പ്രയോഗവും നാം അവിടെ വായിക്കുന്നു. 3 ക്രിയാപദങ്ങളാണ്. ഓടിച്ചെന്നു, നിലം വരെ കുനിഞ്ഞു, ബദ്ധപ്പെട്ടു. എന്തിനാണ്? പങ്കുവെക്കുവാൻ. ഈ എത്ര വയസ്സുള്ള ആ വ്യക്തിയാണ്? 99 വയസ്സുള്ള വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പങ്കുവെക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നാം ദൈവം നൽകുന്ന വെളിച്ചത്തിനനുസരിച്ച് ജ്ഞാനത്തോടെ, വിവേകത്തോടെ ചെയ്യേണ്ടതാണ് എന്നുള്ളതിന് യാതൊരു സംശയം. ഒടുവിലായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇന്ന് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ 10ഉം 11ഉം വാക്യം നമുക്ക് വായിക്കാം. 10ഉം 11ഉം വായിക്കാം. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കും. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന് അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തികത്വവും ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. ഓക്കെ. അപ്പോൾ അടുത്ത പാഠം എന്ന് പറയുന്നത് അതിലുള്ള ഒരു പ്രധാനപ്പെട്ട ക്രിയാപദം തന്നെയാണ്. അത് മറ്റൊന്നുമല്ല, ശുശ്രൂഷിക്കുന്നതിലൂടെ എന്നുള്ളതാണ്. ശുശ്രൂഷിക്കുന്നതിലൂടെ എന്തുകൊണ്ട് ശുശ്രൂഷിക്കണം എന്നുള്ളത് ആ വാക്കുകളിൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വരം ലഭിച്ചതുപോലെ ശുശ്രൂഷിക്കണം. വരം ലഭിച്ചതുപോലെ. കൂടുതൽ വിശദീകരണങ്ങളില്ല. ഇത് നമുക്ക് അറിവുള്ള കാര്യങ്ങളാണ്. തിമോഥെയോസിൻ്റെ ലേഖനം എടുത്തപ്പോൾ കൃപാവരങ്ങളെക്കുറിച്ച് ഞാൻ അല്പം വിശദമായി തന്നെ പരാമർശിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനത് കൂടുതലായിട്ട് പറയുന്നില്ല. എന്നാൽ വേഗത്തിൽ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ഞാൻ വേഗത്തിലിരിക്കാം. ഇവിടെ നാം കാണുന്നത് ശുശ്രൂഷിക്കുക, അത് ഉണർന്നിരിക്കുന്ന ഒരു ചിത്രം നമുക്ക് തരുന്നുണ്ട്. ഉണർന്നിരിക്കുന്ന ഒരു ചിത്രം. ശുശ്രൂഷിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, വരം ലഭിച്ചതുപോലെ ശുശ്രൂഷിക്കണം. ഇനി വരം ലഭിക്കുക എന്ന് പറയുമ്പോൾ അവിടെ പറയും ഓരോരുത്തരും. അപ്പോൾ കൃപാവരം ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്, മക്കൾക്ക് ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അവിടെ നിന്ന് വ്യക്തമാണ്. വരം ലഭിച്ചതുപോലെ മാത്രമല്ല, അവിടെ വായിക്കുന്ന അടുത്ത പദം വിവിധമായുള്ള കൃപ. അപ്പോൾ കൃപാവരങ്ങൾ വ്യത്യസ്തതയുള്ളതാണ് എന്നുള്ളത് അവിടെ നിന്ന് വ്യക്തമാണ്. ഓരോരുത്തരുണ്ട്. ഇനി ഇല്ലാത്തവരാരും തന്നെ ഇല്ല എന്നുള്ളത് അവിടെ സ്പഷ്ടമാണ്. മാത്രമല്ല, പലതരത്തിലുള്ളതാണ് കൃപാവരങ്ങൾ എന്നുള്ളത് നമുക്കറിയാം. നാം ആ ഭാഗങ്ങളൊക്കെ ലേഖനത്തിലുള്ള ആ ഭാഗങ്ങൾ നാം നോക്കിയിട്ടുള്ളതാണ്. വിവിധമായിട്ടുള്ള കൃപാവരം. മാത്രമല്ല, നല്ല ഗൃഹവിചാരകൻ, വിശ്വസ്തയോടുകൂടെ ചെയ്യേണ്ടതാണ് ഇത് എന്നുള്ളത് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, അന്യോന്യം എന്നുള്ളതാണ്. അപ്പോൾ പരസ്പരം ദൈവജനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് എന്നുള്ളത് അന്യോന്യം എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു 2 കൃപാവരങ്ങളുടെ ഒരു കാര്യമാണ് 11-ൽ എക്സാമ്പിളായിട്ട് പറയുന്നത്. പ്രസംഗിക്കുന്ന ഒരു വരം, അങ്ങനെ ചെയ്യുന്നവൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അവിടെ കാണുന്നു. അതുപോലെ തന്നെ ശുശ്രൂഷിക്കുന്ന ഒരുവൻ, അവനും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണുന്നുണ്ട്. ഇനി അതിൻ്റെ ഒക്കെ അൾട്ടിമേറ്റ് പർപ്പസ്, ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിക്കുന്നത്. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരണം. കാരണം അവിടെ തന്നെ പറയുകയാണ്, ഈ മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ.
അപ്പോൾ ശുശ്രൂഷിക്കുന്നതിലൂടെ എങ്ങനെയാണ് ശുശ്രൂഷിക്കുക? ദൈവം നമുക്ക് തന്ന കൃപാവരം തിരിച്ചറിഞ്ഞ്, അത് പലതരത്തിലുള്ളതാണ്, അത് വ്യക്തമായി തിരിച്ചറിഞ്ഞ് വിശ്വസ്തയോടുകൂടെ ദൈവജനത്തിൻ്റെ പ്രയോജനത്തിനായിട്ട് നാം ശുശ്രൂഷിക്കണം. അതിലൂടെ സ്വയമായിട്ടുള്ള ഉയർച്ചയല്ല വേണ്ടത്. അത് വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീരണം. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഓർപ്പിച്ചുണർത്തിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചത് സത്യകൃപയിൽ നിലനിൽക്കുന്നവർ ഉണർന്നിരിക്കുന്നവരാണ് എന്നുള്ളതാണ്. ഞങ്ങളുടെ തൃശ്ശൂർ ഉപജില്ല കലോത്സവമൊക്കെ നടക്കുന്നതുകൊണ്ട് വളരെ തിരക്കുകളുള്ള ദിവസങ്ങളായതുകൊണ്ട് പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ പരിമിതി നേരിട്ടെങ്കിലും 4 കുറിപ്പുകൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ശ്രമിക്കുകയായിരുന്നു. ഒന്നാമതായിട്ട്, ഉണർന്നിരിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം. അതിൻ്റെ പ്രാധാന്യവും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഓർപ്പിക്കാനായിട്ട് ശ്രമിച്ചു. രണ്ടാമത്, സ്നേഹിക്കുന്നതിലൂടെ അതിൻ്റെ ചില തലങ്ങൾ നാം വിസ്മരിച്ച് പോകുന്നത് ഞാൻ ഓർപ്പിക്കാനായിട്ട് ശ്രമിച്ചു. മൂന്നാമതായിട്ട്, പങ്കുവെക്കുന്നതിലൂടെ അതിഥി സൽക്കാരത്തോടുള്ള ബന്ധത്തിൽ ഈ പാഠമാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കുള്ളത് പങ്കുവെക്കുന്നതിലൂടെ അത് തീർച്ചയായിട്ടും ഉണർന്നിരിക്കുന്ന ഒരു ജീവിതത്തിനെ സഹായിക്കുന്നതാണ്. മാത്രമല്ല, ദൈവം നമുക്ക് തന്ന കൃപാവരം അത് ദൈവനാമ മഹത്വത്തിനായിട്ട് ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്നതിലൂടെയും അത് സാധിക്കും എന്നാണ് ഈ വേദഭാഗത്ത് നിന്ന് പഠിക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഇന്ന് പറഞ്ഞ ഈ പ്രമാണങ്ങളിൽ ഏതൊക്കെ മേഖലകളിലാണ് നമ്മുടെ കുറവുകൾ ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ അതിനോട് ക്രിയാത്മകമായി പ്രതികരിച്ച് കർത്താവിൻ്റെ ആലോചനയ്ക്ക് ഈ തലമുറയിൽ ശുശ്രൂഷ ചെയ്യുവാൻ വചനം പറഞ്ഞതിനെയും കേട്ട നിങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുമാറാകും.